നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുവചനവുമായി വിമൻസ് മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ ദൈവം ഒരവസരം തന്നതിനായി ദൈവത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. അതുപോലെ ഈ അവസരം ഞങ്ങൾക്കായി ഒരുക്കി തന്ന സഭ പാസ്റ്റർക്കും പ്രത്യേക നന്ദിയെ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച പല സഭകളും വിമൻസ് മിനിസ്ട്രിയുടെ ഭാഗമായി പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്തു. നമ്മൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാവരും മാക്സിമം എല്ലാവരും വരുമെന്ന് അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ വിമൻസ് മിനിസ്ട്രി പ്രോഗ്രാം നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്ന് ഞാൻ ബൈബിളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഭാഗം. ടോപ്പിക് വിശ്വസ്തതയുടെ നായികമാർ. വിശ്വസ്തതയുടെ നായികമാർ. അതിൻ്റെ വാക്യമായി എടുത്തിരിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ എടുത്തവർക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ. നാം മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. നാം മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. നമുക്ക് പാഠപഠനത്തിന് മുന്നേ ഈ പ്രസംഗത്തിന് മുൻപേ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ വിശ്വസ്തതയുടെ നായികമാർ. അപ്പോൾ നമുക്കറിയാം, ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി, നമ്മൾ മനുഷ്യരെക്കാൾ ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിശ്വസ്തതയുടെ നായികമാർ എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവചനത്തിൽ അനേകം സ്ത്രീ കഥാപാത്രങ്ങളെ, സ്ത്രീ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതിന് എടുത്തു പറയുന്ന അനേകം വ്യക്തികളുണ്ട്. ദെബോറ നമുക്കറിയാം, എസ്തർ, രൂത്ത്, ഇതൊക്കെ പ്രധാന പുസ്തകങ്ങളായി ബൈബിളിൽ നിലകൊള്ളുന്നു. നമുക്കറിയാം 16-17 വാക്യങ്ങളിൽ, വെറും 3 വാക്യങ്ങളിൽ 2 പ്രധാനപ്പെട്ട സ്ത്രീകളെ അവിടെ പ്രധാനമായി എടുത്തു പറയുന്നതായിട്ട് കാണാൻ കഴിയും. അവരെ ഇന്ന് പറയുകയാണെങ്കിൽ അത് മിഡ്വൈസ് എന്ന് പറയാം. കാരണം സൂതി ഗർഭിണികളെന്ന് മലയാളത്തിൽ പറയും. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശാസ്ത്രം വളരെ പുരോഗമിച്ചു. ഇന്ന് അവരെ പറയുകയാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് എന്ന് തന്നെ പറയണം. സ്പെഷ്യൽ ആയിട്ട് കുഞ്ഞുങ്ങളെ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്ത്, എന്നുവെച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്കൻഡ് സ്റ്റേജ് ആണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുന്ന ഒരു വുമണിനെ സംരക്ഷിക്കുന്ന സൂതി ഗർഭിണികൾ എന്ന് ഇവിടെ രേഖപ്പെടുത്തി. മിഡ്വൈസ് അസിസ്റ്റ് ചെയ്യുക, ഒരു സ്ത്രീയെ സഹായിക്കുകയും കരുതുകയൊക്കെ ചെയ്യുന്ന സൂതി ഗർഭിണികൾ എന്നാണ് ഇവിടെ. 2 സ്ത്രീകൾ ക്ഷിപ്ര എന്നും പൂവ എന്നുമാണ് ആ സ്ത്രീകളുടെ പേര് അത് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അവിടെ സ്വർഗീയ യാത്രയിൽ മറ്റുള്ളവർക്ക് പ്രചോദനമായി തീർന്ന അനേകം സ്ത്രീകളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുമെങ്കിലും ദൈവത്തിൽ ശക്തമായി നിലകൊണ്ട 2 സ്ത്രീകളാണ് ഈ ക്ഷിപ്രയും പൂവയും എന്ന് നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ എടുത്തവർക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. മിസ്രയീം രാജാവ് സിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതി ഗർഭിണിയോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതി കർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നു എങ്കിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഇത് കേട്ടപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. അപ്പോൾ ഇതിൽ ആദ്യ ഭാഗത്ത് പുറപ്പാട് പുസ്തകം
1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് കാണാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അങ്ങനെ യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് ഇസ്രായേലിൽ ഉണ്ടായി. അതെ, ഇപ്പോ നമ്മള് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ യോസേഫിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യോസേഫിനെ അറിയാത്ത ഒരു പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. അപ്പോൾ യോസേഫിനെ കുറിച്ച് നമുക്കറിയാം. യോസേഫ് എന്താണ്? ഇസ്രായേൽ ജനത്തെ വളരെ കരുതുകയും അവർക്ക് ആവശ്യമായ ആഹാരമൊക്കെ നൽകി അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ക്ഷാമം നേരിട്ട സമയത്ത് അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഇവിടേക്ക് വന്നപ്പോൾ ഈ ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കാൻ ഇസ്രായേലിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ച ഒരു സെക്കൻഡ് പേഴ്സൺ ആണ് ആര്? യോസേഫ് എന്ന് പറയുന്നത്. ഈ രാജാവിന് ശേഷം അടുത്ത രണ്ടാമത്തെ പ്രധാന വ്യക്തിയായി യോസേഫിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോ ഈ യോസേഫിന് ആ ഒരു തലമുറയ്ക്കും ശേഷം യോസേഫിന്റെ കാലത്തുള്ള 12 പുത്രന്മാരും അപ്പനും ആ ഒരു തലമുറയ്ക്ക് ശേഷം പുതിയൊരു തലമുറ ഈ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് യോസേഫിനെ അറിയാത്ത ഒരു പുതിയൊരു രാജാവ് അവിടെ ഉണ്ടായി. അപ്പോ യോസേഫിനെ കുറിച്ച് അറിയില്ല. യോസേഫ് എന്തൊക്കെ നല്ല പ്രവൃത്തികളാണ് ചെയ്തത്, ഇസ്രായേൽ ജനത്തെ എങ്ങനെ സംരക്ഷിച്ചു, മിസ്രൈമ്യരെ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പേ ഇരുന്ന രാജാക്കന്മാർക്ക് അറിയാം. പക്ഷെ ഈ പുതിയ രാജാവിന് യോസേഫിനെ കുറിച്ച് അറിയില്ല, ഇസ്രായേൽ ജനത്തെ കുറിച്ച് വ്യക്തമായി അറിയത്തില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലായിരിക്കുന്ന ആ ഒരു ഫറവോ ചിന്തിക്കുകയാണ്, ഇസ്രായേൽ ജനം വളരെ നല്ല സാമർഥ്യമുള്ളവരായിരുന്നു, അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു, അവരെ ഇങ്ങനെ വർദ്ധിച്ചു പെരുകുന്നത് കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് വിഷമം ഉണ്ടാകുന്നത്. ഈ രാജാവിന്റെ വിഷമമായി. കാരണം ഫറവോ വിചാരിക്കുകയാണ്, ഇങ്ങനെ ഇസ്രായേൽ ജനം പെരുകിയാൽ എന്ത് ചെയ്യും, ഇത് കുറച്ചു നാൾ കഴിയുമ്പോൾ ഇസ്രായേൽ ജനമായിരിക്കും ഈ മിസ്രൈം ഭരിക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ആയാൽ നമ്മൾ അവരുടെ അടിമകളായി തീരും. അപ്പൊ അതിനു മുന്നേ എന്ത് ചെയ്യണം, ഇസ്രായേൽ ജനം ഇനി പുതിയ തലമുറ ഉണ്ടാകാൻ പാടില്ല. അതിന് പകരമായി അവരെന്ത് ചെയ്തു, ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഈ 2 സ്ത്രീകൾ, സൂതികർമ്മിണികൾ. ശിപ്രയെയും പൂവയെയും വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, പുതുതായി ജനിക്കുന്ന ആൺകുട്ടികളെ എന്ത് ചെയ്യണം, ആ പ്രസവിക്കുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്യണം, കൊന്നുകളയണം. പെൺകുട്ടിയാണെങ്കിൽ അവർ ജീവിച്ചിരിക്കട്ടെ, എന്നാൽ ആൺകുട്ടികളാണെങ്കിൽ അവരെ എന്ത് ചെയ്യണം, കൊന്നുകളയണം. അപ്പോ ഈ 2 സ്ത്രീകളെ കുറിച്ച് ബൈബിളിൽ അവിടെ 3 വാക്യങ്ങളിലെ പ്രതിപാദിച്ചിട്ടുള്ളൂ. പക്ഷെ അവർ വിശ്വസ്തതയുടെ നായികമാർ എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല, അവർ വിശ്വസ്തതയുടെ നായികമാർ തന്നെ ആയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിൽ അടിമകളാക്കിയ ഇസ്രായേൽ ജനം, അപ്പൊ അവരുടെ ജീവിതത്തിൽ ഫറവോന്റെ ഒരു തന്ത്രം ജനസംഖ്യ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇനി ഇസ്രായേൽ ജനം കൂടാൻ പാടില്ല. ഇസ്രായേൽ ജനം ഇനി കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഫറവോയെയും സൈന്യത്തെയും അവരെന്ത് ചെയ്യും, ഇല്ലാതാക്കിയിട്ട് അവരവിടെ പ്രധാന വ്യക്തികളായി ഈ മിസ്രൈമിൽ വാഴുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ സൂതികർമ്മിണികളുടെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥ. അപ്പോൾ ഒരു രാജാവാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്, വിളിച്ചിട്ട് എന്താണ്, നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യണം, ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരെ നശിപ്പിക്കണം. അപ്പോൾ അവരെ അനുഭവിച്ച ഒരു ധർമ്മസങ്കടം നമുക്ക് ഇന്നായിരിക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഇപ്പോ ഇവിടെ നമുക്ക് പുറപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യ ഭാഗമാണ്. 1:17 സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു, മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അപ്പോൾ അവിടെ അവരെന്ത് ചെയ്തു, അവര് ദൈവത്തെ ഭയപ്പെടുന്നു. മനുഷ്യനേക്കാൾ ഉപരി, ഫറവോയേക്കാൾ ഉപരി എന്ത് ചെയ്തു, ദൈവത്തെ ഭയപ്പെട്ട സൂതികർമ്മിണികൾ. അവര് അത്രയധികം ദൈവത്തെ ഭയപ്പെട്ടു. അവർക്ക് അറിയാമായിരുന്നു, അവരുടെ മുൻ തലമുറയിലായിരുന്നവർക്ക് അവര് പറഞ്ഞു കൊടുത്ത പിൻതലമുറയിലായിരിക്കുന്ന ഈ സൂതികർമ്മിണികൾ, ഇവർക്ക് മിഡ്വൈസിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ച്.
അപ്പോൾ മുന്നേ ആയിരുന്ന യോസേഫിനെ കുറിച്ചും യോസേഫ് എങ്ങനെയാണ് മിസ്രൈം ദേശത്തെ സംരക്ഷിച്ചതെന്നൊക്കെയും അവരുടെ മാതാപിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ എന്ത് ചെയ്തു? ദൈവത്തെ ഭയപ്പെട്ടു. അപ്പൊ അതിൽ ഒന്നാമത്തെ ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ഒന്ന്, അവരെന്ത് ചെയ്തു? ദൈവത്തെ ഭയപ്പെട്ടു. അവർ ദൈവത്തെ ഭയപ്പെട്ടു, പക്ഷെ മനുഷ്യനെ എന്ത് ചെയ്തു? അവർക്കനുസരിക്കുകയും ചെയ്യണം. അപ്പോൾ അവർ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ സദൃശ്യവാക്യങ്ങൾ 31-30 എടുത്തവർക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 31-30. സദൃശ്യവാക്യങ്ങൾ വ്യാജവും സൗന്ദര്യവും വ്യക്തവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവിടെ യഹോവ ഭക്തിയുള്ള ഒരു സ്ത്രീയായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കണം. ലാവണ്യം വ്യർത്ഥവും വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. അപ്പോൾ ഇന്ന് പല മനുഷ്യരും എന്താണ് തന്റെ സൗന്ദര്യം കുറച്ചും കൂടെ എങ്ങനെ കൂട്ടാം. നമ്മൾ എന്തൊരു പ്രോഗ്രാമിന് പോയാലും ഒരു പുതിയ ഒരു പ്രോഗ്രാം വയ്ക്കുമ്പോൾ ആദ്യം മനുഷ്യൻ സ്ത്രീകളാണ് കൂടുതലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എങ്ങനെ തന്റെ മുഖം കുറച്ചും കൂടെ സൗന്ദര്യമാക്കാം, എങ്ങനെ കുറച്ചും കൂടെ മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് അഭിനയിക്കാം, എങ്ങനെ കുറച്ചും കൂടെ അവരുടെ മുന്നിൽ അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാം നമ്മളിലേക്ക്. അപ്പോ ഇവിടെ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നത് അതൊക്കെ എന്താണ്? വ്യർത്ഥവും വ്യാജവുമാണ് അല്ലെ. വ്യർത്ഥവും വ്യാജവുമായ പാരമ്പര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചെടുത്തിരിക്കുന്ന വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കർത്താവിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം നമുക്കായി ആ കൽവരി ക്രൂശിൽ ചൊരിഞ്ഞു. അപ്പോൾ നമ്മളെ ഈ സൗന്ദര്യവും ഇതെല്ലാം എന്ത് ചെയ്യും? കുറച്ച് നാളുകൾ നമുക്ക് നിലനിൽക്കും, കുറച്ച് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? നഷ്ടമായി പോകും. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ വിവേകത്തോടു കൂടെ ജീവിക്കണം. അപ്പോൾ സ്തുതികർമ്മിണികൾ ഒന്ന്, ദൈവത്തെ അവർ ഭയപ്പെട്ടു. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നവർ ആ സാഹചര്യത്തെ വളരെ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്തു എന്ന്. സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ്, അവരെന്ത് ചെയ്തു? ദൈവത്തെ ഭയപ്പെട്ടു. രണ്ട്, അവർ സാഹചര്യത്തെ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്തു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. അപ്പോൾ മിസ്രയീം രാജാവ് സൂതികർമ്മിണികളെ വരുത്തി, ഇതെന്തൊരു പ്രവൃത്തി, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. സൂതികർമ്മിണികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രയീമിലെ സ്ത്രീകളെ പോലെ അല്ല, അവർ നല്ല തിറമുള്ളവർ. സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു. അതെ, അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. അതെ, ഇത്രയും. ഇവിടെ നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? പലതും പറയാമായിരുന്നു അല്ലെ. പക്ഷെ അവർ വിവേകത്തോടു കൂടെയുള്ള അവരുടെ ആ വാക്കുകൾ, അവർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല. എന്നാൽ ഇസ്രായേൽ ജനത്തിനും ഒരു പ്രയാസവും ഉണ്ടാകാത്ത രീതിയിൽ അവരുടെ ആ ഒരു സമയ ഉചിതമായ അവരുടെ പ്രവൃത്തി, അവരുടെ ജ്ഞാനം നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ സാഹചര്യത്തെ അവർ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ സദൃശ്യവാക്യം 9-10 അതിപ്രകാരം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു. അപ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഇത് രണ്ടും ഉണ്ടായിരുന്നു. അവർ യഹോവ ഭക്തിയുള്ള സ്ത്രീകളായിരുന്നു. അപ്പോൾ അവർക്ക് ദൈവത്തെ കുറിച്ച്, പരിശുദ്ധനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനവും വിവേകവും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സാഹചര്യത്തിൽ എങ്ങനെ മറുപടി പറയണമെന്ന് ആ സൂതികർമ്മിണികൾക്ക് അതിനാവശ്യമായ ജ്ഞാനം ദൈവം അവിടെ അവർക്ക് പകർന്നു നൽകിയതായി കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തെ അനുസരിക്കാനുള്ള അവരുടെ ആഗ്രഹത്തിന് ഏറ്റവും നല്ല ഒരു പരിഹാരം നൽകി ദൈവം ആരെ സംരക്ഷിച്ചു? ശിപ്രയെയും പൂവയെയും അവിടെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സദൃശ്യവാക്യങ്ങൾ 2:6 അതിപ്രകാരം പറയുന്നു, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അതുപോലെ സദൃശ്യവാക്യങ്ങൾ 14:33 അതിപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു,
മൂഢന്മാരുടെ അന്തരംഗത്തിലുള്ളതോ വെളിപ്പെട്ട് വരുന്നു. അപ്പോൾ നമ്മൾ വളരെ വിവേകത്തോടെയും ജ്ഞാനത്തോടെയും ഒക്കെ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇവിടെ ക്ഷിപ്രയും പൂവയും ഇവരെ രണ്ടുപേരെയും കുറിച്ച് പറയുന്നത് അവര് ഈ സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് അവരുടെ അഭിപ്രായം രാജാവിനോട് അവർ പങ്കുവച്ചത്. അവർ പറയുകയാണ്, സൂതി ഗർഭിണികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രൈമ്യ സ്ത്രീകളെ പോലെ അല്ല, അവർ നല്ല തിറമുള്ളവർ, സൂതി ഗർഭിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു. ഇതില് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുന്നത്, അല്ലെ? സൂതി ഗർഭിണികൾ അവരുടെ അടുത്തെത്തുകയും അവരുടെ കുഞ്ഞുങ്ങളെ സുഖമായി അവരുടെ പ്രസവം നടക്കുകയും അവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതന്നെ അത് സംഭവിക്കുന്നു. അവര് പെട്ടെന്ന് അവരുടെ പ്രസവം കഴിയുന്നു. അതുകൊണ്ട് അവർ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നു. ചിലപ്പോൾ അങ്ങനെ കഴിയുന്നത് കാണും, പക്ഷെ അങ്ങനെ അല്ലാത്തതും കാണും. പക്ഷെ സമയ ഉചിതമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ആ അവരുടെ വർത്തമാനം എന്ത് ചെയ്തു, അവരെ വളരെ പ്രശസ്തിയിലേക്ക് നയിച്ചതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ രണ്ട് വ്യക്തികളെയും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ക്ഷിപ്രയെയും പൂവയെയും. അപ്പോൾ ഇന്ന് വിമൻസ് മിനിസ്ട്രി പ്രോഗ്രാമുമായിരിക്കും നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വേല ഉണ്ട്. നമ്മുടെ വിവേകത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവര് അടുത്ത തേർഡ് പോയിന്റ് പറയുന്നത്, അവർ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നത് തെരഞ്ഞെടുത്തു. അപ്പൊ അവരുടെ തെരഞ്ഞെടുപ്പ് അപ്രകാരമുള്ളതായിരുന്നു. ഒന്ന്, അവർ ദൈവത്തെ ഭയപ്പെട്ടു. രണ്ടവർ ജ്ഞാനത്തോടെ അവരുടെ സാഹചര്യത്തെ അവര് കൈകാര്യം ചെയ്തു. മൂന്നാമതായി അവർ എന്ത് ചെയ്തു, ദൈവത്തെ അനുസരിക്കുന്നത് തെരഞ്ഞെടുത്തു. ദൈവത്തെ അനുസരിക്കുന്നത് അവർ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം അവർക്ക് അതിനുള്ള അനുഗ്രഹം പകർന്നു നൽകിയതായിട്ട് കാണാൻ കഴിയും. അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർ അനീതിക്കെതിരായി നിൽക്കുകയും നിസ്സഹായരായവരെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിസ്സഹായ ഒരു അവസ്ഥയാണ് ഒരു ഇസ്രായേലിലെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, അല്ലെ? ഒരു കുഞ്ഞ് ജനിച്ചുടനെ അതിനെ കൊല്ലുക എന്നുള്ളത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ വിഷമകരമായ ഒരു അവസ്ഥ. അവരുടെ നിസ്സഹായമായ ഒരു അവസ്ഥയിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാതെ ആ കുഞ്ഞിനെ സംരക്ഷിച്ച സൂതികർമ്മികൾ. അപ്പൊ അവരെ തന്റെ വേല ആ നിസ്സഹായ അവസ്ഥയിൽ അവരെ സംരക്ഷിക്കുകയും അവരെ ചേർത്ത് കൊള്ളുകയും ചെയ്തു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. അടുത്ത് അവരുടെ ആ വിശ്വസ്തത, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, അവരുടെ വിശ്വസ്തത എന്ത് ചെയ്തു, ആ എബ്രായ സമൂഹത്തെ മുഴുവൻ എന്താണ് രക്ഷിക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ ദൈവം എന്ത് ചെയ്തു, എബ്രായ സ്ത്രീകളെ, ഈ രണ്ട് സ്ത്രീകളിലൂടെയും എബ്രായരെ സംരക്ഷിക്കുവാൻ ഇടയാക്കി തീർത്തു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. അടുത്ത ആറാമത്തെ പോയിന്റ് എന്താണ്, അവർക്ക് എന്ത് ചെയ്തു, ദൈവം പ്രതിഫലം നൽകി, അല്ലെ? അവർ ചെയ്തതിന്റെ പ്രവൃത്തിയുടെ പ്രതിഫലം അവർക്ക് നൽകി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവസാനത്തെ വാക്യത്തിലാണ് കാണുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. അതുകൊണ്ട് ദൈവം സൂതികർമ്മികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ചു, ഏറ്റവും ബലപ്പെട്ടു. അതെ, ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്. അതുകൊണ്ട് ദൈവം സൂതികർമ്മികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. സൂതികർമ്മികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബ വർധന നൽകി. അപ്പോൾ ഈ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് എന്താണ്, ഈ മിസ്രൈമ്യർക്കെതിരെ പ്രവർത്തിക്കാൻ ഫറവോയിലൂടെ കൂടെ ചേർന്ന് ഈ എബ്രായർക്ക് എതിരെ പ്രവർത്തിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ രണ്ട് സ്ത്രീകളിലൂടെ, ഈ രണ്ട് സൂതികർമ്മിണികളിലൂടെ എന്ത് ചെയ്തു, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ ക്ഷിപ്രയും പൂവയും ആ സമയം ഉചിതമായി അവരുടെ വേല ചെയ്തത് കൊണ്ട് അവർ ദൈവത്തെ ഭയപ്പെടുകയും എന്നാൽ മനുഷ്യനെ എന്ത് ചെയ്തു, മനുഷ്യനെ അനുസരിച്ചില്ല എന്നുള്ളതല്ല, അവിടെ ഫറവോയെയും അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവർ സമയ ഉചിതമായ വർത്തമാനം ഫറവോയോട് പറയുകയും ചെയ്തത് കൊണ്ട് എന്ത് ചെയ്തു, ആ എബ്രായ സമൂഹത്തെ മുഴുവൻ അവിടെ സംരക്ഷിക്കുവാൻ കാരണമായി തീർന്നു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇവിടെ ഗലാത്യർക്ക് എഴുതിയ, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ എടുത്തവർക്ക് വായിക്കാം. ഗലാത്യർ എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. ആരും അറിയാത്തവന് എല്ലാ
എല്ലാവരും നല്ലവണ്ണം അതല്ല നന്മ ചെയ്യുകയും നാം മടുത്തു പോകരുത്. തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം പോയി. നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അപ്പൊ ഇവിടെ ക്ഷിപ്രയും പൂവയെയും കുറിച്ച് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ബൈബിൾ പ്രതിപാദിച്ചിട്ടുള്ളൂ. എങ്കിലും അവർ വേദപുസ്തകത്തിൽ വിശ്വസ്തതയുടെ ഒരു പൈതൃകവും ഒരു അനുഗ്രഹവുമായി നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാം നമ്മുടെ സമൂഹത്തിലായിരിക്കുമ്പോൾ, നമ്മൾ വിമൻസ് മിനിസ്ട്രി പ്രോഗ്രാമുമായി നമ്മളായിരിക്കുമ്പോൾ, നമ്മുടെ സഹവിശ്വാസികളോട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം. ഇവിടെ ഇവരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെയല്ല. ഇന്ന് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായി നമുക്ക് നിലകൊള്ളുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷേ അന്ന് പഴയ കാലഘട്ടത്തിൽ ഇവർക്ക് സമൂഹത്തിൽ ആരും വില കൽപ്പിച്ചിരുന്നില്ല. പക്ഷെ എങ്കിലും ദൈവം എന്ത് ചെയ്തു? അവരുടെ ആ നല്ല മനസ്സിനെ കാണുകയും ദൈവം അവരെ അനുഗ്രഹിക്കുകയും അവരെ വർദ്ധിപ്പിക്കുകയും അവരുടെ സമൂഹത്തെ ദൈവം വർദ്ധിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ എത്ര ബലഹീനരായിക്കൊള്ളട്ടെ, നമ്മൾ എത്ര കുറവുള്ളവരായിക്കൊള്ളട്ടെ, പക്ഷെ നമ്മളെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മുടെ ബലഹീനതകളെ എടുത്തു മാറ്റുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചിട്ട് നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട വേല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന വേല വളരെ വിവേകത്തോടുകൂടെ ചെയ്യണം. ഇവിടെ വലിയ ഒരു സമൂഹത്തിലായിരിക്കുന്ന ക്ഷിപ്രയും പൂവയും എന്താണ്? ഫറവോ പറഞ്ഞത് കേൾക്കുകയും എന്നാൽ ദൈവത്തെ അനുസരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവര് പറയേണ്ട വാക്കുകൾ വളരെ ജ്ഞാനത്തോടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു ചെറിയ കഥ നിങ്ങളോട് പങ്കുവച്ചിട്ട് എൻ്റെ ബൈബിൾ പഠനത്തിൽ നിന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഒരിക്കൽ ഒരു അമേരിക്കൻ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അവൻ വെളുത്ത വർഗ്ഗക്കാരനായ കുട്ടിയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ആഫ്രിക്കൻ വംശജനായ ഒരു വ്യക്തി ഈ ബസ്സിലേക്ക് കയറി വന്നു. ഈ അമേരിക്കൻ വിദ്യാർത്ഥി ഇരിക്കുന്ന സീറ്റിലേക്ക് വന്ന് അടുത്ത് വന്നിരുന്നു. കുറച്ചു നേരം ആദ്യമൊക്കെ ഇരിക്കുമ്പോൾ അവൻ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ബസ്സില് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ബസ്സിൽ യാത്ര ചെയ്ത് വരികയായിരുന്നു. പെട്ടെന്നാണ് ആഫ്രിക്കൻ വംശജനായ ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു വ്യക്തി തന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോ അത് ഈ അമേരിക്കക്കാരനായ വിദ്യാർത്ഥിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? പതുക്കെ ഒന്ന് തള്ളാൻ തുടങ്ങി. ഇവൻ എൻ്റെ അടുത്തിരിക്കുന്നത് അത്രത്തോളം എനിക്ക് സേഫ് അല്ല, നന്നായി തോന്നുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? പതുക്കെ ഒന്ന് അവനെ തള്ളി നീക്കാൻ ശ്രമിച്ചു. അപ്പൊ അവൻ വിചാരിച്ചു കുറച്ച് തള്ളുമ്പോൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് പോകുമായിരിക്കും എന്ന് വിചാരിച്ച് ഇവൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെയും കുറച്ചു നേരം കഴിയും പിന്നെയും അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഒന്ന് തള്ളിക്കളയാൻ, ഒന്ന് തള്ളി മാറ്റി അടുത്ത സീറ്റിലേക്ക് പോയി ഇരുന്നോട്ടെ, എൻ്റെ അടുത്ത് ഇരിക്കണ്ട എന്ന് ഈ അമേരിക്കൻ വിദ്യാർത്ഥി ചിന്തിക്കുകയാണ്. പിന്നെയും തള്ളി. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ മുഖഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല. അദ്ദേഹം അങ്ങനെ തന്നെ നിലയുറപ്പിച്ചു. അങ്ങനെ കുറെ സമയം ഇദ്ദേഹം എഴുന്നേറ്റ് പോകാനുള്ള എല്ലാ പ്രവൃത്തിയും ഈ കുട്ടി ചെയ്തുവെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തില്ല? എഴുന്നേറ്റ് പോയില്ല. അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ കരുത്താണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ പോകാൻ സമയത്ത്, ഇറങ്ങാൻ സമയത്ത് ഈ ആഫ്രിക്കൻ വംശജനായ ആ വ്യക്തി തന്റെ ബിസിനസ് കാർഡ് എടുത്ത് ഈ വിദ്യാർത്ഥിയുടെ കയ്യിൽ കൊടുത്തു. ഈ കുട്ടി ഇത് വായിച്ചു നോക്കിയപ്പോൾ അവൻ ഒരു നിമിഷം ഞെട്ടി വിറച്ചു. പേരിങ്ങനെയാണ്, ജോ ലൂയിസ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ was a heavyweight boxing champion, continuous 12 years. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് തള്ളി താഴെ ഇടാനുള്ള കഴിവുണ്ട്. കാരണം ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ, 12 വർഷമായി എല്ലാ കഴിവും നേടി അനേകം വ്യക്തികളുടെ മുൻപിൽ ഫേമസ് ആയ ഒരു വ്യക്തിയാണ് തൻ്റെ മുൻപിൽ വന്നിരുന്നത്. പക്ഷെ ഈ കുട്ടി അതറിഞ്ഞില്ല. പക്ഷെ ആ മനുഷ്യന് ഒരു സെക്കൻഡ് കൊണ്ട് അവനെ തള്ളിയിടാൻ, ഒരു ഇടി കൊടുക്കാൻ എന്തിനും കഴിയും. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മസംയമനം, അദ്ദേഹം
എന്താണ് അതൊന്നും ഒരു കാര്യമായി എടുത്തില്ല. ഈ കഥയിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 16:32 ഇപ്രകാരം പറയും. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരാം, അതിൽ നമുക്ക് മുറുകെ പറ്റാൻ പറ്റുന്ന ഒരു കാര്യം, ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവരിലും ശ്രേഷ്ഠൻ. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അപ്പോ ആ ആഫ്രിക്കൻ വംശജൻ തന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു, അല്ലെ? വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് അതിന് പ്രതിവിധി ചെയ്യാം. പക്ഷേ അവസാനം വരെ കാത്തിരുന്നു. താൻ ആരാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ ആകെയാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? പെട്ടെന്ന് അങ്ങ് എടുത്തു ചാടരുത്. നമ്മൾ ആത്മസംയമനം പാലിച്ച് നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ആത്മനിയന്ത്രണം പാലിക്കുന്നത് അതൊരു ബലഹീനതയല്ല. പക്ഷെ എന്താണത്? ബലവാന്റെ മുഖമുദ്രയാണ് ആത്മസംയമനം. ഇത് വളരെ പ്രധാനമായി നിങ്ങൾ കോട്ട് ചെയ്യുക. ആത്മസംയമനം ബലവാന്റെ മുഖമുദ്രയാണ്. നമ്മൾ തക്ക സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ കൊയ്യുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മുടെ അവസരത്തിനായി നമ്മൾ കാത്തിരിക്കണം. പല കാര്യങ്ങളും നമുക്ക് പലപ്പോഴും പറയാൻ സാധിക്കില്ല. പക്ഷെ ദീർഘക്ഷമയോടെ നമ്മുടെ സമയത്തിനായി നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം ആ സമയം നമുക്ക് പറഞ്ഞു തരും. ഇത് അതിന്റെ സമയമായി, നീ പ്രവർത്തിക്കാനുള്ള സമയമായി, നീ പ്രവർത്തിച്ചു കൊള്ളുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശക്തിയോടെ പ്രവർത്തിക്കുക. ദൈവത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കേണ്ട സമയത്തിന് വേണ്ടി നാം കാത്തിരുന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ ശിപ്രയും പൂവയും തന്റെ അവസരത്തിന് വേണ്ടി അവർ എന്ത് ചെയ്തു? കാത്തിരുന്നു. അവര് ചെയ്യേണ്ട സമയത്ത് തന്നെ പ്രവൃത്തി എന്ത് ചെയ്തു? പൂർത്തീകരിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ദൈവ ഭയമുള്ളവരായിരിക്കണം. അതൊരു പ്രധാനപ്പെട്ട നന്മയാണ്. ദൈവത്തിന്റെ പുത്രിപുത്രന്മാരെ വളരെ മനോഹരമുള്ളവരാക്കി തീർക്കാൻ സഹായിക്കും. അപ്പോൾ ജീവിതത്തിൽ ദൈനംദിനം ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റണം. അപ്പോഴെന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അതിനുള്ള ജ്ഞാനം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിച്ച് നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എങ്കിലും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? നമ്മൾ അനീതിക്കെതിരെ നിലകൊള്ളണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെയുള്ള നിസ്സഹായരായവരെ നമ്മൾ സഹായിക്കണം. നമുക്ക് സഹായിക്കാൻ കഴിയുന്നവരെ നമ്മൾ സഹായിക്കണം. അനീതിക്കെതിരെ നിലകൊള്ളുകയും നമുക്ക് സഹായിക്കാൻ കഴിയുന്നവരെ നമ്മൾ സഹായിക്കുകയും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മുടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ നാം ദൈവത്തിന് വേണ്ടി വിശ്വസ്തരാകുമ്പോൾ നമുക്ക് വേണ്ടി നാം ദൈവത്തെ അനുസരിക്കുന്നതിൽ വിശ്വസ്തരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കുന്നതിൽ ആരും വിശ്വസ്തനാകും? ദൈവവും വിശ്വസ്തനാകും. നമ്മെ അനുഗ്രഹിക്കുന്നത് ദൈവം വിശ്വസ്തനാകും. അതപ്പോൾ നാം ദൈവത്തെ അനുസരിക്കുന്നത് വിശ്വസ്തരാകുമ്പോൾ അങ്ങനെ തിന്മയ്ക്കെതിരെ പോരാടി ജീവിച്ച ശിപ്രയെയും പൂവയെയും പോലെ നല്ല ദൈവദാസനും ദാസിയുമായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. അപ്പോൾ നമ്മളെ വിളിച്ചവന്റെ വിളിക്ക് യോഗ്യമാവണം നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നമ്മുടെ സമയത്തിനായി നമ്മൾ കാത്തിരിക്കുകയും നമ്മളിൽ ദൈവം ഏൽപ്പിച്ച വേല ആ തക്ക സമയത്ത് ചെയ്യുവാൻ ദൈവം നമ്മെ ഒരുക്കും. ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തിന് വേണ്ടി എപ്പോഴും ഉറച്ചു നിൽക്കണം. നമ്മുടെ തെരഞ്ഞെടുപ്പ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചതായിരിക്കണം. ആ പാറമേൽ നോക്കിക്കൊണ്ട് ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ വിശ്വസ്ത സാക്ഷിയായി പോഷ്ക്ക് പറയാതെ ദൈവത്തിന് കൊള്ളാകുന്നവരായി ജീവിപ്പാൻ ദൈവം നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. വിളിച്ചവന്റെ വിളിക്ക് യോഗ്യതയുള്ളവരായി ആ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്ന് വിരമിക്കും. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.